നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദനെ സന്ദർശിച്ചു. മുൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ വി.എസിൽ നിന്നും ഭരണതലത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും അഭിപ്രായം തേടാനുമാണ് എത്തിയതെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഈ മാസം 25-ന് LDF സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നും പിണറായി. UDF സർക്കാരിൻ്റെ കാലത്ത് നടന്ന അഴിമതികൾ പുറത്തു കൊണ്ടുവരികയും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യുക എന്നത് LDF സർക്കാരിൻ്റെ കർത്തവ്യമാണെന്ന് വി.എസ്. അച്യുതാനന്ദൻ പിന്നീട് വാർത്താസമ്മേളനത്തിൽ പറയുകയും ചെയ്തു. ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് ജനങ്ങൾക്കൊപ്പം തുടർന്നും താൻ ഉണ്ടാകുമെന്നും വി.എസ്. അച്യുതാനന്ദൻ പറഞ്ഞു. രാവിലെ 9:30 CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനൊപ്പമാണ് പിണറായി വിജയൻ വി.എസിനെ കാണാനെത്തിയത്. 10 മിനിറ്റ് നേരം കൂടിക്കാഴ്ച നീണ്ടു. പ്രായോഗിക പരിജ്ഞാനമുള്ള നേതാവാണ് വി.എസ്. എന്ന് പിണറായി വിജയൻ പറഞ്ഞു. ഭരണത്തിൽ വി.എസിനുള്ള അനുഭവ സമ്പത്തും അഭിപ്രായവും തേടാനാണ് താൻ എത്തിയത്. മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ച ശേഷം പിണറായിയുടെ ആദ്യ പരിപാടിയായിരുന്നു വി.എസുമായുള്ള കൂടിക്കാഴ്ച. ഈ മാസം 25-ന് LDF സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാരണം അദ്ദേഹമാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി പദം വഹിച്ചിട്ടുള്ള പ്രായോഗിക അനുഭവമുള്ള പാർട്ടി നേതാവ്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കാര്യങ്ങൾ സാവകാശം മനസ്സിലാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഞാനാണെങ്കിൽ ഒരു പുതുക്കക്കാരനാണെന്ന് തന്നെ പറയാവുന്ന മട്ടിലുള്ള ഒരാളാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹത്തിൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള സന്ദർശനത്തെ ആണിത്. അതുകൊണ്ട് 25-നാണ് നമ്മുടെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് പരിപാടി നടത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. 25-ന് വൈകുന്നേരം. ജനകീയ ഇടപെടലുകളുമായി തുടർന്നും താൻ ജനങ്ങൾക്കൊപ്പമുണ്ടാകുമെന്ന് വി.എസ്. അച്യുതാനന്ദൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവിന്റെ ചുമതല ഒഴിയുന്നതിന് മുൻപ് നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് വി.എസ്. ഇക്കാര്യം പറഞ്ഞത്. UDF സർക്കാരിൽ അഴിമതി നടത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ LDF സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ജിഷയുടെ ഘാതകർ അറസ്റ്റിലാവുന്ന കാലം വിദൂരമല്ലെന്നും വി.എസ്. പറഞ്ഞു. LDF വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ നടപ്പാക്കുമെന്നും അതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും വി.എസ്. വ്യക്തമാക്കി. ജനങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ചുള്ള ഭരണം നൽകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അവസരം നൽകിയ എല്ലാ കേരളീയരോടും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും ജനകീയ വിഷയങ്ങളിലും ഇടതുപക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ച് ഞാൻ കേരളത്തിലെ ജനങ്ങളുടെ കാവലാളായി നിലകൊള്ളുമെന്നും ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനെയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും സന്ദർശിച്ചു. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനൊപ്പമായിരുന്നു പിണറായിയുടെ സന്ദർശനം. കൂടിക്കാഴ്ചയിൽ ഉമ്മൻചാണ്ടിയെ LDF സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് പിണറായി വിജയൻ ക്ഷണിക്കുകയും ചെയ്തു. നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ കന്റോൺമെന്റ് ഹൌസിൽ വി.എസ്. അച്യുതാനന്ദനെ സന്ദർശിച്ച ശേഷമാണ് CPI ആസ്ഥാനമായ MN സ്മാരകത്തിലെത്തിയത്. MN സ്മാരകത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ, മുതിർന്ന നേതാക്കളായ പന്ന്യൻ രവീന്ദ്രൻ, K. ഇസ്മായിൽ, ബിനോയ് വിശ്വം തുടങ്ങിയ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും പിണറായിക്കൊപ്പമുണ്ടായിരുന്നു. 15 മിനിറ്റോളം നീണ്ടുനിന്നു കൂടിക്കാഴ്ച. തീർത്തും സൗഹാർദ്ദപരമായിരുന്നു കൂടിക്കാഴ്ചയെന്ന് പിണറായി വിജയൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇപ്പോൾ ഞങ്ങൾ ഒരു സൗഹൃദ സംഭാഷണം നടത്തിയത് മാത്രമാണ്. അത്തരം കാര്യങ്ങളൊന്നും ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. അതെ, അതൊക്കെ LDF കഴിഞ്ഞിട്ട് പറയുന്നതാണ് നല്ലത്. മദ്യനയം സംബന്ധിച്ചും മന്ത്രിസഭ സംബന്ധിച്ചുമുള്ള കാര്യങ്ങൾ LDF ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. MN സ്മാരകത്തിൽ നിന്നും നേരെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അടുത്തേക്ക് ജഗതിയിലെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയാണ് പിണറായി ഉമ്മൻചാണ്ടിയെ കണ്ടത്. കൂടിക്കാഴ്ചയിൽ LDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ഉമ്മൻചാണ്ടിയെ ക്ഷണിച്ചതായി പിണറായി പറഞ്ഞു. ഇല്ല, തൊട്ട് മുമ്പ് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുമായിട്ട് സൗഹൃദം പങ്കിട്ടു എന്നതേയുള്ളൂ. പുതിയ ഗവൺമെൻറ് വരുമ്പോൾ ഞങ്ങൾ തമ്മിൽ സംസാരിക്കേണ്ട കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. അതാണ്. പിന്നെ അതിനല്ലേ പ്രധാനമായും വന്നത് തന്നെ. LDF സർക്കാർ അധികാരത്തിലേറുന്ന സാഹചര്യത്തിൽ എല്ലാവരുടെയും പിന്തുണ ഉറപ്പിക്കുകയായിരുന്നു കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പ്രതിപക്ഷ നേതൃസ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം മുറുകുന്നു. ഘടകകക്ഷികളുടെ പിന്തുണയോടെ ഉമ്മൻചാണ്ടിയെ തന്നെ നേതൃസ്ഥാനത്തേക്ക് എത്തിക്കാനാണ് A ഗ്രൂപ്പിന്റെ നീക്കം. നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷമുള്ളവരാണ് പ്രതിപക്ഷ നേതാവാകേണ്ടതെന്ന കടുത്ത നിലപാടാണ് I ഗ്രൂപ്പിനുള്ളത്. KPCC തലപ്പത്ത് മാറ്റം വേണമെന്നും ഇരു ഗ്രൂപ്പുകളും ആവശ്യപ്പെടുന്നുണ്ട്.
പ്രതിപക്ഷ നേതൃസ്ഥാനം വേണ്ടെന്ന് പരസ്യമായി പറയുമ്പോഴും ഉമ്മൻചാണ്ടിയെ നേതാവാക്കാനുള്ള ചരടുവലികൾ എ ഗ്രൂപ്പ് ശക്തമാക്കി. പ്രമുഖ എ ഗ്രൂപ്പ് നേതാക്കൾ രാവിലെ ഉമ്മൻചാണ്ടിയുടെ വസതിയിൽ യോഗം ചേർന്നു. മുസ്ലിം ലീഗിന്റെയും കെ എം മാണിയുടെയും പിന്തുണയോടെ ഉമ്മൻചാണ്ടിയെ പ്രതിപക്ഷ നേതാവാക്കാനാണ് നീക്കം. അതേസമയം കോൺഗ്രസ് നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷമുള്ള സാഹചര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഐ ഗ്രൂപ്പ് തയ്യാറാകില്ല. 12 MLA-മാരുടെ പിന്തുണയോടെ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവാകുമെന്ന് ഐ ഗ്രൂപ്പിലെ പ്രമുഖർ പറയുന്നു. എ ഗ്രൂപ്പിന് പരമാവധി 8 MLA-മാരുടെ പിന്തുണയേ ഉള്ളൂ. ഘടകകക്ഷികൾ കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടേണ്ടെന്നും ഐ ഗ്രൂപ്പ് നിലപാടെടുക്കുന്നു. ഹൈക്കമാൻഡ് ഇടപെടൽ വഴി ഉമ്മൻചാണ്ടിയെ നീക്കാമെന്നാണ് സുധീരന്റെ കണക്കുകൂട്ടൽ. പാർട്ടി ഹൈക്കമാൻഡുമായി സംസാരിച്ച് അത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ ഞാൻ ഇന്നലെ AICC ജനറൽ സെക്രട്ടറി ശ്രീ മുഗൾ വാസ്നിക്കുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം വരും. പരാജയത്തോടെ കോൺഗ്രസ് തലപ്പത്ത് മാറ്റം വേണമെന്ന ആവശ്യവും AI ഗ്രൂപ്പുകൾ ശക്തമാക്കി. സുധീരന്റെ നിലപാടുകൾ പരാജയത്തിന് കാരണമായെന്ന് 2 ഗ്രൂപ്പുകൾക്കും പരാതിയുണ്ട്. തിങ്കളാഴ്ച ചേരുന്ന KPCC യോഗത്തിൽ നേതൃമാറ്റം ഉന്നയിക്കപ്പെട്ടേക്കുമെന്നാണ് സൂചന. MR സജേഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വാർത്തകളിലേക്ക്. ഇടത് സർക്കാർ പുതിയ മദ്യനയം പ്രഖ്യാപിക്കുമെന്ന് കാനം രാജേന്ദ്രൻ. നിലവിലെ മദ്യനയം ഉമ്മൻചാണ്ടിയുടെ തട്ടിപ്പ് നയമാണ്. മദ്യനിരോധനം ഉട്ടോപ്യൻ സങ്കല്പമാണെന്നും അദ്ദേഹം പറഞ്ഞു. മദ്യനിരോധനമല്ല ഞങ്ങളുടെ ലക്ഷ്യം, മദ്യവർജനമാണ്. കേരളത്തിന് ഒരു സാമൂഹ്യ വിപത്താണ് മദ്യം എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല. പടിപടിയായി അതിൻ്റെ ഉപഭോഗം കുറച്ചു കൊണ്ടുവരാനുള്ള ഒരു നയം, ഒരു നടപടിയും LDF-ൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. കേരളത്തിൽ മദ്യം ഇഷ്ടം പോലെ ലഭിക്കുന്നുണ്ട്, അതിനുള്ള സൗകര്യം ഈ നയത്തിലുണ്ട്. ഇത് ഉമ്മൻചാണ്ടിയുടെ തട്ടിപ്പ് നയമാണ്. ആ നയത്തിനെതിരായിട്ടാണ് ഈ ജനവിധി. മലപ്പുറത്ത് മുസ്ലിം ലീഗ് ആക്രമണത്തിൽ CPIM പ്രവർത്തകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് കൽപ്പകഞ്ചേരി, വളവന്നൂർ പഞ്ചായത്തുകളിൽ CPIM ഹർത്താൽ പുരോഗമിക്കുകയാണ്. കടുങ്ങാത്തുകുണ്ട് സ്വദേശി ഹംസക്കുട്ടിയാണ് ഇന്നലെ മരിച്ചത്. ഹംസക്കുട്ടിയുടെ ഖബറടക്കം ഇന്ന് വൈകിട്ട് നടക്കും. തിരൂർ കടുങ്ങാത്തുകുണ്ട് സ്വദേശി ഹംസക്കുട്ടിയാണ് ലീഗ് ആക്രമണത്തിൽ മരിച്ചത്. തിരൂരിലെ വിജയാഘോഷത്തിനിടെ ലീഗ് പ്രവർത്തകർ ഹംസക്കുട്ടിയുടെ വീട്ടിലേക്ക് പടക്കമെറിഞ്ഞതാണ് പ്രശ്നങ്ങളുടെ തുടക്കം. സംഭവം പോലീസിൽ പരാതിപ്പെട്ടെങ്കിലും നടപടിയുണ്ടായില്ല. ലീഗ് പ്രവർത്തകർ സംഘടിച്ചെത്തി വീട്ടിൽ ആക്രമണം അഴിച്ചുവിട്ടു. വീടിന് തീ വെച്ചു. ഇത് ചോദ്യം ചെയ്ത ഹംസക്കുട്ടിയെ ലീഗുകാർ കയ്യേറ്റം ചെയ്തു. കുഴഞ്ഞു വീണ ഹംസക്കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മരണം സംഭവിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് CPIM പ്രവർത്തകർ കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. വളവന്നൂർ, കൽപ്പകഞ്ചേരി പഞ്ചായത്തുകളിൽ ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. നാളെ നടക്കുന്ന ഹർത്താൽ വിജയിപ്പിക്കാനും എല്ലാ ജനാധിപത്യ വിശ്വാസികളും അത്തരം പ്രതിഷേധ പ്രകടനങ്ങളിലും പ്രതിഷേധ യോഗങ്ങളിലും പങ്കെടുക്കാനും മുന്നോട്ട് വരേണ്ടതുണ്ട്. പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതിനാൽ കനത്ത പോലീസ് കാവൽ തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. പിണറായി വിജയനോളം കേരള രാഷ്ട്രീയത്തിൽ വേട്ടയാടപ്പെട്ട മറ്റൊരു നേതാവുണ്ടാകില്ല. അസത്യകഥകളുടെ മലവെള്ളപ്പാച്ചിൽ അദ്ദേഹത്തോടൊപ്പം പലപ്പോഴും കുടുംബവും വേട്ടയാടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ആ വേട്ടയാടലിൽ കുടുംബത്തിന്റെ ഉറച്ച പിന്തുണ അദ്ദേഹത്തിന് പിണറായി വിജയൻ ഉണ്ടായിരുന്നു. പിണറായി വിജയൻ പുതിയ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ പ്രതിസന്ധികൾ ഭക്ഷിച്ചു ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു നേതാവിന്റെ ഭാര്യയുടെ പേരാണ് കമല. ഏതു പുരുഷന്റെയും ജീവിത വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടാകുമെന്നത് കേട്ടുപതിഞ്ഞൊരു ദാമ്പത്യ സൂത്രവാക്യമാണ്. അതിലെന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കിതിലൊന്നും ഒരു പങ്കുമില്ലെന്ന മട്ടിൽ നിയുക്ത മുഖ്യമന്ത്രിയുടെ ഭാര്യ ഒരു ചിരി ചിരിച്ചേക്കാം. കാറും കോളും കപ്പൽ ഛേദവുമെല്ലാം ഒറ്റയ്ക്ക് അതിജീവിച്ചെത്തിയ പടത്തലവന്റെ ഭാര്യ അങ്ങനെയല്ലാതെ പിന്നെ എന്തു പറയാൻ. 37 വർഷങ്ങൾ പിന്നിടുന്നു കമല എന്ന പഴയ സ്കൂൾ ടീച്ചർ പിണറായി വിജയന്റെ കരം പിടിച്ചിട്ട്. അന്നു തൊട്ടിന്നോളം പ്രവിക് എന്ന വിചിത്രമായ പേരുള്ള വീടിന്റെ ജനറൽ സെക്രട്ടറി പദത്തിൽ കമല തന്നെയാണ് ഇരിക്കുന്നത്. കർക്കശക്കാരനും കഠിനഹൃദയനുമെന്ന് പത്രങ്ങൾ ഒരു കാലത്ത് അച്ചുനിരത്തിയ പിണറായി സമയം കിട്ടിയാൽ സ്റ്റൈൽ മന്നൻ രജനീകാന്തിന്റെയും ഉലകനായകൻ കമലഹാസന്റെയും തമിഴ് പടങ്ങൾ കാണാറുണ്ടെന്നത് അധികമാർക്കും അറിയാത്ത രഹസ്യം. പിണറായിയുടെ ചോരയ്ക്ക് വേണ്ടി ചാനലിലെ ചർച്ചക്കാർ മുറവിളി കൂട്ടുന്ന വാർത്താനിമിഷങ്ങൾക്കിടയിലും ബാഡ്മിന്റൺ കളി TV-യിൽ കണ്ടാൽ പിണറായിയുടെ കയ്യിലെ റിമോട്ട് ചലനരഹിതമാകുമെന്ന് കമലയ്ക്ക് നന്നായി അറിയാം. ഭർത്താവ് മുഖ്യമന്ത്രിയാകാൻ പോകുന്നതിൽ സന്തോഷമില്ലേ എന്ന് ചോദിച്ചാൽ കമല ഇങ്ങനെ പറയും: സന്തോഷം ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷെ എന്നാൽ ഞാൻ ഓവറായിട്ട് എനിക്കൊരു സന്തോഷം തോന്നുന്നില്ല. ഇത് വലിയൊരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം കൃത്യമായിട്ടും ജനങ്ങളുടെ പ്രതീക്ഷക്കനുസരിച്ച് നിർവഹിക്കാൻ സാധിക്കണം. അതൊരു വലിയ ടാസ്ക്കാണ്. അതെങ്ങനെ വരും എന്നുള്ളതിൻ്റെ ഒരു ആശങ്ക ഉണ്ട്. നിയുക്ത മുഖ്യമന്ത്രിയോട് കേരളത്തിലെ വീട്ടമ്മമാർക്ക് വേണ്ടി കമലയ്ക്കും ഒരു സങ്കട ഹർജി ബോധിപ്പിക്കാനുണ്ട്. അടിയന്തരമായിട്ട് എനിക്ക് തോന്നുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കും സുരക്ഷ
അത് അത്യാവശ്യം, അത് ഉറപ്പുവരുത്തണം. നിറയെ പ്രതീക്ഷകളുടെ ആലഭാര ചുവടുമായി അധികാരപീഠമേറുന്ന ഭർത്താവിനെ തുടർന്നങ്ങോട്ടും ഉറച്ച പിന്തുണ കൊടുക്കാൻ തന്നെയാണ് കമലയുടെ തീരുമാനം. ക്യാമറാമാൻ ദേവദത്തൻ പകർത്തിയ ദൃശ്യങ്ങൾക്കൊപ്പം തിരുവനന്തപുരത്തു നിന്നും എസ് ജീവൻകുമാർ. പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നതിന്റെ ആവേശത്തിലും ആഹ്ലാദത്തിലുമാണ് പിണറായിയിലെ സാധാരണക്കാരായ തൊഴിലാളികൾ. തങ്ങളുടെ നേതാവ് മുഖ്യമന്ത്രിയാകുമ്പോൾ ആഘോഷിക്കാൻ തയ്യാറെടുത്തു നിന്ന ഇവർക്ക് ആഹ്ലാദം പ്രകടമാക്കാനാകാത്ത അവസ്ഥയാണ് രവീന്ദ്രന്റെ കൊലപാതകം സൃഷ്ടിച്ചത്. എങ്കിലും പിണറായി വിജയനെക്കുറിച്ചും നാട് ഭരിക്കുന്നതിനെക്കുറിച്ചും വാചാലരാണിവർ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരസ്യപ്രവർത്തനം ആരംഭിച്ച പിണറായി പാറപ്പുറത്തു നിന്നും പിണറായി വിജയൻ എന്ന നേതാവ് മുഖ്യമന്ത്രി പദത്തിലെത്തുമ്പോൾ ഏറെ പ്രതീക്ഷയിലും സന്തോഷത്തിലുമാണ് പിണറായി എന്ന കമ്മ്യൂണിസ്റ്റ് ഗ്രാമത്തിലെ തികച്ചും സാധാരണക്കാരായ നാട്ടുകാരും. പിണറായി വിജയൻ എന്ന നാട്ടുകാരുടെ പിണറായി മുഖ്യമന്ത്രി പദത്തിലെത്തുമ്പോൾ പിണറായിയിലെ ജനങ്ങളുടെ ചിരകാല സ്വപ്നം കൂടിയാണ് പൂവണിയുന്നത്. നമ്മുടെ നാട്ടുകാരൻ മുഖ്യമന്ത്രിയായാലും അതിയായ സന്തോഷമുണ്ട്. അതിന് പുറമെ തന്നെ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നുള്ള ഉറപ്പുമുണ്ട്. മുന്നേ വിദ്യുച്ഛക്തി മന്ത്രിയായപ്പോൾ തന്നെ ഇവിടെ ഒരു സബ്സ്റ്റേഷൻ ഉണ്ടാക്കി തന്നത് അദ്ദേഹത്തിൻ്റെ ഒറ്റ കഴിവുകൊണ്ടാണ്. ഈ കേരളത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ വേണ്ടി ഈ മുഖ്യമന്ത്രി കഴിയുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. 36,000-ൽ പരം ഭൂരിപക്ഷത്തിന് തങ്ങളുടെ ജനനായകൻ വിജയിച്ചതിന്റെ ലഹരിയിലായിരുന്നു ഇന്നലെ മുതൽ പിണറായി എന്ന ചുവന്ന ഗ്രാമം. ആ വിജയാഹ്ലാദ പ്രകടനത്തിനിടെയാണ് വിജയം മതിമറന്നാഘോഷിച്ച CV രവീന്ദ്രൻ എന്ന നാട്ടിൻപുറത്തുകാരനെ RSS ബോംബെറിഞ്ഞ് ലോറി കയറ്റി കൊന്നത്. പിണറായി മുഖ്യമന്ത്രിയാകുമെന്നറിഞ്ഞപ്പോൾ അത്യധികം ആവേശത്തിലാണെങ്കിലും നാട്ടുകാർക്ക് തങ്ങളോടൊപ്പം ഇന്നലെ വരെ പിണറായിയുടെ വിജയം ആഘോഷിച്ചവന്റെ മരണം സൃഷ്ടിച്ച ആഘാതം സങ്കടവും സന്തോഷവും ഒരുപോലെ പങ്കിടുന്നവരാക്കി മാറ്റുകയാണ്. പിണറായി മുഖ്യമന്ത്രി വളരെ സന്തോഷമുണ്ട്. അത് കുറേ കാലമായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അതിനിടയ്ക്ക് ഈ ഒരു അനിഷ്ട സംഭവമുള്ളതിൽ അതൊരു ദുഃഖവും നമുക്കുണ്ട്. പിണറായി മുഖ്യമന്ത്രിയായതിൽ അതീവ സന്തോഷമുണ്ട്. എത്രയോ വർഷങ്ങളായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ ജനങ്ങൾ മറ്റുള്ള വികാരങ്ങളൊന്നും ഇല്ലാതെ നല്ല നിലയിൽ ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തു. കേരളം പിണറായിയുടെ കരങ്ങളിൽ ഭദ്രമാണെന്ന് ഇവർ നാട്ടിൻപുറത്തുകാർ ഉറച്ചു വിശ്വസിക്കുന്നു. പിണറായിയുടെ ഭരണപാഠവും ഇതിനു മുമ്പ് തന്നെ തെളിയിച്ചതാണ്. അതുകൊണ്ട് മികച്ച ഒരു ഭരണം കേരളത്തിന് നടത്തും. പിണറായിയുടെ കൈകളിലെ കേരളത്തെക്കുറിച്ചും പിണറായിയുടെ ജീവിത വഴികളെക്കുറിച്ചും ഇവർക്ക് ഇനിയും പറയാനുണ്ട് ഏറെ കാര്യങ്ങൾ. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.